സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന അതുപോലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം അത് നീറ്റ് തന്നെയാണ്. മെഡിക്കൽ കോഴ്സസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ മെഡിക്കൽ കോഴ്സസിലേക്ക് എത്താൻ വേണ്ട മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് നീറ്റ് എക്സാം എലിജിബിൾ ആവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്ര അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ വളരെയധികം കോമ്പറ്റീഷനോടുകൂടെ തന്നെ വേണം നമ്മൾ നീറ്റിനെ മുന്നിൽ കാണാൻ. ഇന്നത്തെ ട്രെൻഡ് സെക്ടറിൽ നമ്മുടെ കുട്ടികളൊക്കെ വളരെയധികം പ്രിപ്പയർഡ് ആണ്. 1 വർഷവും 2 വർഷവും അതിലേറെ വർഷങ്ങളും നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എന്നാലും എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു സംഗതി അതാണ് നമ്മുടെ കുട്ടികളെ പലവരെയും പുറകോട്ട് വലിക്കുന്നൊരു ഫാക്ടർ. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്നുള്ളത് ക്രാക്ക് ദ നീറ്റ് എന്നല്ല, ക്രാക്ക് ദ എക്സാം ഫിയർ. നമ്മുടെ കുട്ടികൾ അക്കാഡമിക്കൽ ലെവൽ പ്രിപ്പറേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന സമയത്ത് അവർ മെൻ്റലി വളരെയധികം നെർവസ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സ്റ്റുഡൻസ് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും പുതിയ എൻട്രൻസ് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അപ്പോൾ പിന്നെ ഒരു മെയിൻ എക്സാമിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാം ഫിയറിനെ ഒരു പരിധിയിലേറെ ക്രാക്ക് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നീറ്റ് ഇൻ ടോട്ടൽ ഔട്ട് ഓഫ് 720, അപ്പോൾ 3 മണിക്കൂർ, അതായത് 180 മിനിറ്റ്, ഒരു ചോദ്യത്തിന് 4 മാർക്ക്. അപ്പോൾ 180 × 4 720. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവേണ്ടത്. ഈ ഒരു റേഷ്യോ കൃത്യമായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ സമയനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. സമയം നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നെർവസ് കണ്ടീഷൻ, ടെൻഷൻ അനാവശ്യമായിട്ട് നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ ഈ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ടോ അത്രയും സ്റ്റുഡൻസിന് പെർസെൻറ്റായി കൂടുതലായിരിക്കും. പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്കറിയാം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NTA പറയുന്ന പ്രകാരമുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. മറ്റത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് +2 കംപ്ലീറ്റഡ് ആയിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, പിന്നെ ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കണം. ഏജ് ക്രൈറ്റീരിയ എന്നുള്ളത് മിനിമം 17 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതുപോലെ തന്നെ മാക്സിമം 25 വയസ്സ് വരെ ഉള്ളവർക്ക്. പിന്നെ എക്സാം പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 180 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് MCQ ടൈപ്പിലാണ് നമ്മളത് എക്സാം പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം NTA പറയുന്നത് അതിൻ്റെ മാർക്കിംഗ് സ്കീമാണ്. നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് എന്നുള്ളൊരു സിസ്റ്റം നീറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നീറ്റ് എക്സാം നമ്മൾ എഴുതാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കയ്യിൽ ക്യാരി ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഡ്രസ് കോഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു എക്സാമിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് പിക്ചർ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് NTA സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ള കുട്ടികൾക്ക് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട പ്രധാന ഫാക്ടർ എന്നുള്ളത് നെഗറ്റീവ് മാർക്ക് സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 2 ചോദ്യം 8 മാർക്കാണ്. അതൊന്ന് ശരിയായി എഴുതിയാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. മറ്റൊരു ചോദ്യം നമ്മൾ മിസ്റ്റേക്ക് ആയാൽ, തെറ്റിപ്പോയാൽ നമുക്ക് 4 മാർക്കും പ്ലസ് ശരിയായ ഉത്തരത്തിൽ നിന്ന് 1 മാർക്കും. അങ്ങനെ 2 ചോദ്യത്തിൽ 1 തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 5 മാർക്കായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ ഒരു മാർക്ക് സിസ്റ്റം, ഇങ്ങനെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയേണ്ടതുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ, അറിയാത്തതാണ് 1% നിങ്ങൾക്ക് സംശയമുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് 1% നിങ്ങൾ ഡൗട്ട്ഫുൾ ആണെങ്കിൽ പോലും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നിങ്ങൾ പോവരുത്. നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സീറ്റിലേക്കുള്ള പാത്വേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നീറ്റ് എഴുതി പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ട, ഇനി അതേ സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ടയിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോട്ട, കാറ്റഗറി കോട്ട, റിസർവേഷൻ കോട്ട, NRI കോട്ട, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോളോ അപ്സ്, ഇങ്ങനെയുള്ള ഒരു ശരിയായ ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതായിട്ടുണ്ട്. സോ വെരി സിമ്പിൾ, നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ആധികാരികമായി അറ്റൻഡ് ചെയ്തതിന് ശേഷം
ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് ആ സംസ്ഥാനങ്ങളിലേക്കുള്ള സ്റ്റേറ്റ് കൗൺസിലിംഗ് ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ കീം, കർണാടകയിൽ KEA, തമിഴ്നാട്ടിൽ TN ഹെൽത്ത്, പോണ്ടിച്ചേരിയിലേക്ക് സെൻഡാക്ക്, ഇതെല്ലാം സ്റ്റേറ്റ് കൗൺസിലിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. ഇനിയിപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, MCCയുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട്. ഇനി അതാത് സംസ്ഥാനങ്ങളിലെ 15% വരുന്ന പ്യുവർ ഗവൺമെൻറ് കോട്ട, അത് ഓൾ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്. അതിനെയും നമ്മൾ MCC ത്രൂ തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസിന് അണ്ടറിൽ വരുന്ന സീറ്റുകളെക്കുറിച്ച്, സെൽഫ് ഫിനാൻസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിങ്, NRI കോട്ട, കാറ്റഗറി റിസർവേഷൻ, ഇങ്ങനെയുള്ള എന്തൊക്കെ കാറ്റഗറി കോട്ടാസ് ഉണ്ടോ അതിലേക്കൊക്കെ എത്തിപ്പിടിക്കാനുള്ള വഴികൾ എന്താണ്, ഇതും കൂടെ നമ്മുടെ കുട്ടികൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതർ സ്റ്റേറ്റ് ആപ്ലിക്കേഷൻസ്, മറ്റു കാര്യങ്ങളൊക്കെ നീറ്റിന് ശേഷം വരുന്ന പാത്വേസ് ആണ് നമ്മുടെ സീറ്റിലേക്കുള്ളത് എന്ന്. അപ്പോൾ അത്തരം പാത്വേസ് നമ്മൾ ആ ഒരു പീക്ക് പോയിന്റിൽ ചെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്നതാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. അതിൻ്റെ റീസൺ, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ എലിജിബിലിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷന് പുറമെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ഫോളോ ചെയ്യാനുണ്ട്. ഇനി ആഫ്റ്റർ ഓൾ ഈ അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻസ്, സ്ട്രേ വാക്കൻസി റൗണ്ട്, ഇങ്ങനെയുള്ള പല റൗണ്ട്സിലും പല രീതിയിലാണ് അതിൻ്റെ പ്രൊസീജിയർ, അതാത് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇൻഫോർമേഷൻ ഉണ്ടാവണം. ഇനി അത്തരം ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് വേണ്ട ഒരു എക്സ്പേർട്ട് കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് ശരിയായ രീതിയിൽ ഉപകരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീറ്റിന് ശേഷം സൗത്ത് ഇന്ത്യയിൽ വരുന്ന സംഗതികൾ മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യയിലും. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ മുൻകൂട്ടി തന്നെ. അപ്പോൾ ഇനി നീറ്റുമായിട്ടുള്ളൊരു ഫേസ് ടു ഫേസ് വാറിലേക്ക് ഒരുപാട് സമയം ഇനി നമ്മുടെ മുന്നിലില്ല. ഉള്ള സമയം നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. റിപ്പീറ്റേഴ്സ് ആണ്, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നല്ലോണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് മെൻ്റലി ഫിസിക്കലി നല്ല സെറ്റായി ഫിറ്റായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി +2 കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ +2 പഠിച്ച ഒരു ഇൻഫോർമേഷനോട് മാത്രം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പറ്റുന്നവരുണ്ട്. പക്ഷേ അതിന് കൂടെ ഒരു ആഡ് ഓൺ ബൂസ്റ്റപ്പ് ആയിട്ട് നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നല്ലൊരു ക്രാഷ് കോഴ്സിലേക്ക് നമ്മുടെ ഒരു പ്രിപ്പറേറ്ററി നമ്മൾ ബിൽഡ് ചെയ്യുക. ഫൈനലി നീറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ us.